കർത്താവ് ജീവിക്കുന്നു. ഈ എല്ലാ സാക്ഷ്യങ്ങളും പരിശുദ്ധ അമ്മ വഴിയും ഉടമ്പടി വഴിയും ഈശോ നേരിട്ട് നൽകിയിട്ടുള്ള എല്ലാ സാക്ഷ്യങ്ങളും ഒരു കാര്യം മാത്രമാണ് ബോധ്യപ്പെടുത്തുന്നത്, അതായത് കർത്താവ് ജീവിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവ് കർത്താവ് ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ ഉടനെ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നൊരു വാക്കുണ്ട്. കർത്താവ് ജീവിക്കുമ്പോൾ നമ്മൾക്കെന്താ എൻ്റെ ഗുണം? ഈശോ എന്താ പറഞ്ഞത്? ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഒന്ന് പറഞ്ഞേ, ഞാൻ ജീവിക്കും, അതിനാൽ നിങ്ങളും ജീവിക്കും. അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് അർത്ഥം അറിഞ്ഞ് പറയണം. ഞാൻ ജീവിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. അപ്പം നമ്മളും ജീവിക്കുമെന്നുള്ള വലിയ സന്ദേശമാണ് ഉയർപ്പുകാലം നമ്മൾക്ക് പങ്കുവച്ച് തരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള പ്രധാനപ്പെട്ട ഒരു വചനമാണ് 14:19. ഞാൻ ജീവിക്കുന്നു, പറഞ്ഞേ, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. അതിന് രണ്ട് തരം അർത്ഥമുണ്ട്. ഒന്ന്, ഈശോ ജീവിക്കുന്നു, അതിനാൽ നമ്മളും ജീവിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് നിത്യകോടിക്കൊല്ലം അനന്തമായി ജീവിക്കുന്നയാളാണ്. അപ്പോഴും നമ്മൾ നിത്യകോടിക്കൊല്ലം ഈശോയെ വിശ്വസിക്കുന്നവർ അനന്തമായി ജീവിക്കും. ഇപ്പോൾ അക്രൈസ്തവ സഹോദരങ്ങൾ ചില ആൾക്കാരുടെ സാക്ഷ്യം പറഞ്ഞു, നിങ്ങൾ ഈശോയിൽ വെറുതെ ഈശോയുടെ രക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മതി, നിങ്ങൾ പിന്നെ മരിക്കത്തില്ല. നമ്മുടെ ബോഡി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ബോഡിയാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈശോ എപ്പോഴും പറയണത്, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈശോ ഉടനെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും രണ്ട് ആയിട്ട് പറയും. ഇപ്പോൾ വെള്ളം കണ്ട ഈശോ പറയും അതൊക്കെ മരണജലമാണ്, ഞാൻ ജീവൻ്റെ ജലമാണെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പം കണ്ട ഈശോ പറയും അത് ഡ്യൂപ്ലിക്കേറ്റ് അപ്പമാണ്, ഞാൻ യഥാർത്ഥ അപ്പമാണെന്ന് പറയും. ഇടയനെ കണ്ട ഈശോ പറയും അതൊക്കെ മോശമായ ഇടയനാണ്, ഞാൻ നല്ല ഇടയനാണെന്ന് പറയും. എല്ലാം ഈശോ ഇവിടെ വന്ന് ഭൂമി കണ്ടപ്പോഴേ ഈശോ തീരുമാനിച്ചു യഥാർത്ഥം എന്താണ്, സ്വപ്നം എന്താണ്. അതാണ് ഈ മുന്തിരിച്ചെടി കണ്ടപ്പോഴും പറഞ്ഞു ഞാൻ യഥാർത്ഥ മുന്തിരിച്ചെടിയാണെന്ന് പറഞ്ഞു. യഥാർത്ഥം, റിയൽ എല്ലാത്തിനും ചേർക്കും. അപ്പോൾ യഥാർത്ഥ ജീവനെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും നശിക്കാത്ത ജീവനാണ് യഥാർത്ഥ ജീവൻ. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ, ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമ്മൾ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തു എൻ്റെ പാപത്തിലൂടെ പരിഹാരമായി എനിക്ക് പകരമായി മരിച്ചത്, ആ മരണം, ആ ത്യാഗത്തിലും ആ പീഡാനുഭവത്തിലും പിതാവായ ദൈവം പ്രസാദിക്കുമ്പോഴാണ്, ആ പ്രസാദത്തിലാണ് ഈശോനെ മഹത്വപ്പെടുത്തുന്നത്. ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, അവിടുന്ന് എന്നെ സ്നേഹിച്ചു, അവിടുത്തെ സ്നേഹത്താൽ എന്നെ മഹത്വപ്പെടുത്തിയെന്ന്. അവിടുന്ന് എന്നെ സ്നേഹിച്ചു, അവിടുത്തെ സ്നേഹത്താൽ എന്നെ മഹത്വപ്പെടുത്തി. അപ്പോൾ മഹത്വം എപ്പോഴും വരണത് സ്നേഹത്തിൽ നിന്നാണ്. നിങ്ങൾ ആരാധനയുടെ അനുഗ്രഹം എപ്പോഴും വരണത് എവിടുന്നാണ്? സ്നേഹത്തിൽ നിന്നാണ് വരണത്. നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് എന്തനുഗ്രഹം, മകളെ കെട്ടിക്കുന്നതായാലും വീട് വെക്കണമായാലും ശരി, എന്തനുഗ്രഹവും മഹത്വവും നമുക്ക് മഹത്വം ഉണ്ടാകണത്. ഇപ്പോൾ നമുക്ക് ഇപ്പോഴ് എത്ര പേരാണ് വിദേശ ജോലിയുടെ കാര്യം പറഞ്ഞത്? ഭൗതികമായി അവർക്കതൊരു മഹത്വം ഉണ്ടാക്കും. വീട് വെക്കുമ്പോഴും ഭൗതികമായ മഹത്വം ഉണ്ടാക്കും. കല്യാണം കഴിക്കുമ്പോൾ ഭൗതികമായ മഹത്വം ഉണ്ടാക്കും. രോഗം സുഖപ്പെടുമ്പോഴും ഭൗതികമായ മഹത്വം ഉണ്ടാക്കും. ഈ മഹത്വം എങ്ങനെ വരണു? ഭൗതിക അനുഗ്രഹങ്ങൾ എങ്ങനെ വരുന്നു? അവിടുന്ന് എന്നെ സ്നേഹിച്ചു, എനിക്ക് മഹത്വം നൽകിയെന്ന്.
സ്നേഹിക്കുമ്പോഴാണ് മഹത്വം കിട്ടുന്നത്. ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു. പിതാവേ, ലോകസ്ഥാപനത്തിനു മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പം മഹത്വം, ഈ അനുഗ്രഹം വരുന്നത് എങ്ങനെയാ? സ്നേഹത്താലാ. അതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17:24 ഏറ്റ് പറഞ്ഞ്, പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള സ്നേഹത്താൽ അങ്ങനെക്ക് മഹത്വം നൽകി. അപ്പൊ മഹത്വം രണ്ടു തരമുണ്ട്, ഭൗതികമുണ്ട്, ആധ്യാത്മികമുണ്ട്. ആധ്യാത്മിക മഹത്വം എന്ന് പറയുന്നത് എന്താണ്? നിത്യകോടി കൊല്ലം പിതാവിനെ ദർശിച്ച് സ്വർഗാരോപിതരായി ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നതാണ് ആധ്യാത്മിക മഹത്വം. ഭൗതിക മഹത്വം എന്താ? ഭൗതികമായ ജോലികൾ മേൽക്കോയ്മകൾ നമുക്ക് ലഭിക്കുക. ഇപ്പോൾ IELTS പാസ്സാകുമ്പോൾ നമുക്ക് വിദേശത്ത് പോകാൻ പറ്റുന്നു, അല്ലേ? അതുപോലെ കടങ്ങൾ മാറുമ്പോൾ നമുക്കൊരു ആശ്വാസം ലഭിക്കുകയും പിന്നെ കുടുംബത്തെ ഭൗതികമായി വികസിപ്പിക്കാൻ പറ്റുന്നു. കടങ്ങളുണ്ടെങ്കിൽ വികസനം ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഭൗതികമായ സമാശ്വാസങ്ങളിലൂടെ ഭൗതികമായ മഹത്വം കിട്ടണം. പക്ഷേ ഇതെല്ലാം കിട്ടുന്നത് എന്തിലൂടെയാണ്? 17:24 അനുസരിച്ചുകൊണ്ടാണ്. എന്താ 17:24 യോഹന്നാൻ്റെ സുവിശേഷം പറയണത്? പിതാവേ, അനാദിയിൽ അങ്ങയ്ക്ക് എന്നോടുള്ള സ്നേഹത്താൽ അങ്ങനെക്ക് മഹത്വം നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് ഈ മഹത്വം ഭൗതികമായി വരുന്നതും ആധ്യാത്മികമായി വരുന്നതും ഒറ്റ വിഷയത്തിലാണ്. എന്താണ്? ദൈവത്തിന് നമ്മളോട് സ്നേഹം തോന്നണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പുനരുദ്ധാനത്തിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരൻ ചിന്തിക്കേണ്ടത്, ഇന്ന് കൃപാസനത്തിൽ നിങ്ങളെ പുഴുങ്ങി ഇങ്ങനെ ഇരിക്കുക, അല്ലേ? അപ്പോൾ ഉടനെ നിങ്ങളത് കാഴ്ചവെക്കണം. കർത്താവ്, നിൻ്റെ വചനം കേൾക്കാനാണ് ഞാനിങ്ങനെ വേർത്തൊരിച്ച് വെള്ളം കുടിക്കാതെ ഇവിടെ വന്ന് ഇരിക്കണത്. ഞാനീ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ നിന്റെ സ്നേഹത്തെ പ്രതി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ്, എൻ്റെ കർത്താവേ, എൻ്റെ ഇന്നത്തെ ഉപവാസവും ഞാൻ എൻ്റെ കഷ്ടപ്പാടുകളും അങ്ങയുടെ സ്നേഹത്തെ പ്രതി ഞാൻ കാഴ്ചവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നമ്മൾ മാത്രമല്ല, ഒരു 10,000-7,000 സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇപ്പോഴേ ഈ ശുശ്രൂഷ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ ശുശ്രൂഷ എപ്പോഴെല്ലാം ആരെല്ലാം എവിടെയെല്ലാം വെച്ച് കർത്താവിൻ്റെ വചനം കേട്ടാലും ഇപ്പോൾ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് നമ്മോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ എന്ത് വരും? ഉടനെ എന്ത് വരും? മഹത്വം വരും, ഇല്ലേ? അനുഗ്രഹം വരും. അത് അനുഗ്രഹം തന്നെ, മഹത്വം തന്നെ. ഭൗമിക മഹത്വമുണ്ട്, സ്വർഗീയ മഹത്വമുണ്ട്. ഭൗമിക മഹത്വത്തിലാണ് നമ്മുടെ കല്യാണം നടക്കുന്നതും കുഞ്ഞുങ്ങൾ ജനിക്കുന്നതും രോഗങ്ങൾ മാറണതെല്ലാം ഭൗമിക മഹത്വമാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഭൗമിക മഹത്വം കിട്ടണമെങ്കിലും സ്വർഗീയ മഹത്വം കിട്ടണമെങ്കിലും നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കണം. ഇപ്പം നിങ്ങൾ ആരുടെ സ്നേഹമാണ് പിടിച്ചു പറ്റണത്? ചിലപ്പോഴൊക്കെ പിശാചിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയണില്ല. പിശാചിൻ്റെ സ്നേഹം നമുക്ക് പിടിച്ചു പറ്റുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴീ ഈസ്റ്ററും കഴിഞ്ഞ് നോൻപും കഴിഞ്ഞിട്ട് ഇപ്പോഴും മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? അപ്പോൾ പിശാചിൻ്റെ മഹത്വമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഇല്ലേ? അയൽവാസികളായിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്, ബന്ധുക്കളായി മിണ്ടാതിരിക്കുന്നുണ്ട്, അല്ലേ? ചിലരുടെ കൂടെ പള്ളിയിൽ പോകത്തില്ല, കണ്ടാൽ മിണ്ടത്തില്ല, താഴോട്ട് നോക്കി നടക്കും, ഇങ്ങനെ കുറേ. അപ്പോൾ ആർക്കാണ് മഹത്വം കിട്ടുന്നത്? പിശാചിൻ്റെ. അപ്പോൾ പിശാചിൻ്റെ അനുഗ്രഹം കിട്ടാൻ സാധ്യതയുണ്ട്, നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. പിശാചിന് വേറെ എന്താ ചെയ്യണേ? കാക്കയുടെ കൂടെ കൂടിയ കാക്ക എവിടെ കൊണ്ടുപോകണമെന്ന് നമുക്കറിയാം. സാത്താൻ്റെ കൂടെ കൂടിയ എവിടെയാണ് പോകണമെന്ന് നമുക്കറിയാം.
അപ്പം അതുകൊണ്ടാണ് ഈ ജ്ഞാനസ്ഥാനത്തെ സമയത്ത് സഭ ചോദിക്കും, നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ചോദിച്ചായിരുന്നാ? അപ്പോൾ പള്ളിയിൽ പോയല്ലേ, സന്തോഷം. രാത്രി പകലാണോ പോയത്, രാത്രിയാണോ പോയത്? രാത്രി പോയവർ മാത്രം ഒന്ന് കൈ പൊക്കിക്കേ. ദൈവത്തിന് നന്ദി, പ്രൈസ് ദി ലോർഡ്. അടുത്ത കൊല്ലം നിങ്ങളെല്ലാവരും രാത്രി പോണേ. കാരണം രാത്രിയാണ് ഏറ്റവും വലിയ ശുശ്രൂഷ നടക്കുന്നത്. പകലെന്ന് പറയണത് വാദപ്പരിക്കാർക്ക് വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അവിടെ എന്തെല്ലാം സംഭവം വെച്ചാൽ ജ്ഞാനസ്ഥാന വ്രത വാഗ്ദാനം അല്ലേ, പുത്തന്തിരിയും വെഞ്ചരിക്കണത്, ജ്ഞാനസ്ഥാനം വെള്ളം വെഞ്ചരിക്കണത് എപ്പോഴാണ്? രാത്രിയാണ്. അപ്പോഴാണ് അതിൻ്റെ ഏറ്റവും സൂപ്പർ എന്താ? ജ്ഞാനസ്ഥാന വ്രത വാഗ്ദാനമാണ്. എന്താ ജ്ഞാനസ്ഥാന വ്രത വാഗ്ദാനം? നമ്മൾ ജ്ഞാനസ്ഥാനപ്പെട്ടപ്പോൾ നമ്മളെ കൈക്കുഞ്ഞുങ്ങളല്ലായിരുന്നോ? അപ്പോൾ നമ്മൾക്ക് വേണ്ടി വിശ്വാസം പറഞ്ഞത് ആരാ? പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും തലതൊട്ടമ്മയൊക്കെ പറഞ്ഞത് അല്ലേ? ഇപ്പോൾ നമ്മൾ മുതിർന്നപ്പോഴേ കർത്താവിനെ മനസ്സിലാക്കി. അപ്പോഴിനി നമ്മൾ നമ്മുടെ അറിവോടു കൂടിയും സമ്മതത്തോടും കൂടിയും പറയും, ഞാൻ പിശാചിനെ ഉപേക്ഷിക്കുന്നു. പിശാചിനെ ഉപേക്ഷിക്കണമെന്നും പറഞ്ഞ് പള്ളിയിൽ വന്ന് നിന്നുകൊണ്ട് തിരിയും കത്തിച്ച് വെച്ച് പറയുകയും ചെയ്യും. ആ പള്ളി മുഴുവൻ തിരി ഒഴുക്കിയിട്ട് നാറ്റുകയും ചെയ്യും. പിറ്റേ ദിവസം പിശാചിൻ്റെ തുളക്കിട്ട് നടക്കുകയും ചെയ്യും അല്ലേ? എൻ്റെ പള്ളി ഞാൻ അപ്പം തന്നെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാനൊരു കപ്പ് കൊടുത്തു, ഒരു പാത്രം കൊടുത്തു, ദൈവത്തെ കൊടുത്തു. ഇത് കാലെ പിടിച്ച് പറഞ്ഞു, ദൈവത്തെ കൊടുത്ത് തിരി ഒരുക്കി താഴെ ഇടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ തിരി കത്തിച്ച് വെച്ച് വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് കത്തിച്ച് പിടിക്കണത്. തിരി എന്താണ്? കത്തിച്ച് പിടിക്കണത് എന്താ? വിശ്വാസമാണ്. സഭയിൽ നമുക്ക് ആദ്യം കിട്ടിയത് എന്താണ്? വിശ്വാസമാണ്. സഭയിൽ നിന്ന് എല്ലാവർക്കും വിശ്വാസം നമുക്ക് എന്താ തരണത്? മുതിർന്നവരുടെ ജ്ഞാനസ്ഥാനത്തിൽ സഭ ചോദിക്കവേ, സഭയിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഉടനെ ആൾക്കാരെന്താ പറയണത്? മറുപടി വിശ്വാസം. ഇപ്പം ചില ആൾക്കാരൊക്കെ സഭയ്ക്കെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് ഫേസ്ബുക്കിലൊക്കെ ഒക്കെ പറയണത്. എന്തെങ്കിലും തരത്തിൽ ഒരു കൊടുക്ക വാങ്ങൽ, എന്തെങ്കിലും ഒരു കയ്യബദ്ധമോ വിവേചനക്കുറവോ ധൃതിയ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഉടനെ ശത്രുക്കൾ അങ്ങോട്ട് ആഘോഷിക്കും. അതിൻ്റെ കൂടെ ക്രിസ്ത്യാനികളും കൂടും. അതിൻ്റെ കൂടെ ക്രിസ്ത്യാനികൾ എന്ത് ഉദ്ദേശത്തിൽ കൂടണതാണ്? ഏതെങ്കിലും വിധത്തിൽ പള്ളി ചെല്ലുമ്പോൾ അവിടെ ഇപ്പോൾ തന്നെ ചില ഫോട്ടോഗ്രാഫർമാർ പള്ളിക്കെതിരാണ്. എന്താ കാര്യം? യവന്മാർ കുർബാനയുടെ ഇടക്ക് ഷൂസ് ഇട്ട് ആൾക്കാരെ കയറും. അപ്പോൾ വികാരിച്ചന്മാർ സമ്മതിക്കുമോ? ചവിട്ടി പുറത്താക്കും. എന്താ കാര്യം? നമ്മൾ അത്രയും സൂക്ഷിച്ചാണ് ആൾക്കാരെ കഴിയുമ്പോൾ ഈ ദിവ്യമായ സമയത്ത് ഇതുവരെ അതുപോലെ എന്തെങ്കിലും മുറിവുകളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകും അധികാര സ്ഥാനത്ത് നിന്ന്. യവൻ അത് വെച്ച് മുതലെടുക്കുന്ന ആർക്കാണ് ഗുണം ചെയ്യണത്? അവനോട് എന്തെങ്കിലും കാർക്കശ്യമായ പള്ളി കമ്മിറ്റിയില്ല, സംഘടനയില്ല, കാർക്കശ്യമായ പെരുമാറ്റമുള്ള അച്ഛന്മാർ ചിലപ്പോൾ സഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില സമയത്ത് വ്യക്തിയുടെ താല്പര്യങ്ങൾക്കെതിരെ വരുമ്പോൾ വ്യക്തിയെ ശാസിക്കുകയും ചെയ്യും, അച്ഛന്മാർ പോകുകയും ചെയ്യും. പക്ഷേ ഇവർ സഭയെ ആക്രമിക്കണം. ആരെ ആക്രമിക്കണതാണ്? അച്ഛന്മാരൊന്നും ആക്രമിച്ചിട്ടൊരു കഥയും ഇല്ല. അവർ കുറച്ച് മരിച്ചു പോകും. സഭയെ ആക്രമിക്കുമ്പോൾ ആർക്കാണ് ആക്രമിക്കണത്? ഡയറക്റ്റ് ആക്രമണം ഈശോയ്ക്കാണ് ആക്രമണം കിട്ടണത്. സഭയ്ക്കൊന്നും ആക്രമണം കിട്ടത്തില്ല. പൊട്ടന്മാരാണ് കൈ ചെയ്യണത്. സഭയെ ആക്രമിക്കാനൊന്നും പറ്റത്തില്ല. കാര്യം അത് ഏക്കത്തില്ല. അത് ഏക്കണത് ആർക്കാണ്? ശരിക്കും പറഞ്ഞാൽ ഈശോയാണ് ഏക്കണത്. കാര്യം നീ സെൻറ്റ് പോളിനോട് തന്നെ ഈശോ എന്താ പറഞ്ഞത്? നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചത് അല്ലേ? ഞാൻ പറയുന്നതാണെന്ന് അറിയാവോ? ഫേസ്ബുക്കിലൂടെയൊക്കെ വേജമല്ലാത്തതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ വരുമ്പോഴേ നിങ്ങൾ അവിടെ കൈ കഴുകാൻ നിൽക്കരുത്. നിങ്ങൾ ഷെയർ ചെയ്യരുത്. അത് മറ്റവർക്ക് തിരിച്ച് മറുപടി പറഞ്ഞു കൊടുക്കാൻ നോക്കണം. ലൈക്ക് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാലുള്ള വർഷം അവരുടെ പാപത്തിൽ നമുക്ക് കൂടി പങ്കാളിത്തം വരുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാവോ? സഭ അച്ഛന്മാരോ ബിഷപ്പോ കർദിനാളോ പോപ്പോ ഉണ്ടാക്കിയതല്ല. ഇയാൾ കുരിശ തൂങ്ങിക്കിടന്ന് ഉണ്ടാക്കിയതാ. അങ്ങയുടെ രക്തത്തിൻ്റെ വിലയാണ് സഭ. അങ്ങയുടെ രക്തത്തിൻ്റെ വിലയായ സഭയെ അപമതിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൗന അനുവാദം നിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പിന്നെ നിനക്ക് എങ്ങനെ ഈശോൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റും? സാത്താൻ ലോകത്തിലേക്ക് എന്നും ഉണ്ടായിട്ടുണ്ട്. അവൻ എന്നും കർത്താവിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുകയും ചെയ്യും.
പക്ഷെ അതിൻ്റെ കൂടെ കൂടാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ക്രിസ്തു ഈശോ പറഞ്ഞു ഞാൻ ജീവിക്കുന്നു. എന്താണ് പറഞ്ഞത്? അതിനാൽ നിങ്ങളും ജീവിക്കും. പുനരുത്ഥാന കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സുവിശേഷ സന്ദേശമാണ് യോഹന്നാൻ 14:19. ഞാൻ ജീവിക്കുന്നു പറഞ്ഞേ. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ജീവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യമായി ജീവിക്കുക മാത്രമല്ല, ഇന്നത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് നമ്മൾ അതിജീവിക്കുമെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായല്ലേ? ജീവിക്കുക എന്ന് വെച്ചാൽ ഭൗതികമായി പറഞ്ഞാൽ അതിജീവിക്കുക എന്നും, ജീവിക്കുക ആത്മീയമായി പറഞ്ഞാൽ നിത്യമായി ജീവിക്കുക എന്നുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ഇന്ന് കുറേ കഷ്ടപ്പാടില്ലേ? ഇപ്പോൾ ഒരു ചേച്ചി ദുബായിൽ നിന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞത് കണ്ടില്ലേ? ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ചേച്ചി പറ്റുമെങ്കിൽ വന്ന് സാക്ഷ്യം പറ, ഈശോ മഹത്വപ്പെടട്ടെന്ന് പറഞ്ഞു. ഉടനെ ആ ചേച്ചി എന്താ ചെയ്തത്? ഉടനെ വിമാന ടിക്കറ്റ്, ചിലപ്പോൾ ചേച്ചിക്ക് നഷ്ടം വരും സാമ്പത്തികമായിട്ട്. ഡേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ 20% ചിലപ്പോൾ അവർ പിടിച്ചിട്ട് ചേഞ്ച് ചെയ്യത്തുള്ളൂ. 20% പിടിക്കും. ഇപ്പം 40,000 രൂപ ടിക്കറ്റെങ്കിൽ 20,000 രൂപ, 40,000 രൂപയുടെ 20% പോയി. സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ആ ടിക്കറ്റിൻ്റെ യാത്ര അവർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വന്ന് കഷ്ടപ്പെട്ടിട്ട് 3-ാം പ്രാവശ്യം വന്ന് അവർ പറഞ്ഞ സാക്ഷ്യം കേട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് അറിയാവോ? ഇവിടെ സ്റ്റാഫെല്ലാം ലീവ് എടുത്ത് പോയെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാഫല്ലേ ലീവ് എടുത്ത് പോയുള്ളൂ, അമ്മയ്ക്ക് ലീവില്ലല്ല എന്ന് കൈ ഇടിച്ച് കർത്താൻ. എനിക്ക് ആ സാക്ഷ്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ദൈവത്തിന് ലീവില്ല സഹോദരങ്ങളെ. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അമ്മ സന്നിധാനത്തിലേക്ക് വരാം. ഒരാളെ രക്ഷിക്കണ വഴി കണ്ടില്ലേ? ഞാൻ ഒത്തിരിയേറെ സങ്കടപ്പെടുന്നൊരു കാലഘട്ടമാണിത്. കാര്യം നമ്മുടെ ഈ പത്രമൊക്കെ ആൾക്കാർ ഞങ്ങളാരും ആരോടും പറഞ്ഞിട്ടില്ല. പത്രം തിന്നണ വന്ന, പത്രം കാച്ചി കുടിക്കണമെന്ന ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആൾക്കാരൊക്കെ വ്യഞ്ചരിച്ചായതുകൊണ്ടും അനേകം മക്കൾ സാക്ഷ്യം പറയുന്ന കൊണ്ടും ഒത്തിരി കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ആരാണെന്നറിയാവോ? കൃപാസനമാണ്. കാര്യം എന്താ? നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഞങ്ങളെ പിടിച്ചെടുത്ത് എന്ത് പണിയാണ് അവിടെ നടക്കണത്? പത്രം കഴിക്കണത്. വാട്ട് നോൺസെൻസ്! ഇതെങ്ങനെയാണ് ഇതെന്ത് പ്രൊമോട്ട്? ഇത് അന്ധവിശ്വാസമല്ലേ? ഞാൻ പറഞ്ഞു എനിക്കെന്താ പറയാനുള്ളത്? ജനങ്ങളുടെ അനുഭവങ്ങളാണ് ജനങ്ങൾ വന്ന് പറയണത്, അല്ലേ? ജനങ്ങളുടെ അനുഭവങ്ങളാണ് ജനങ്ങൾ വന്ന് പറയണത്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് യൂട്യൂബ് ഫേസ്ബുക്കിൻ്റെ ലൈക്ക് ചെയ്യ്, പേജ് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മേടെ ഇരുന്നുകൊണ്ട് ആൾക്കാർ പറയണമെന്ന് കേൾക്ക്. ഒരു 3 മാസം കേട്ട് കഴിഞ്ഞിട്ടൊരു അഭിപ്രായം പറ. ഇപ്പം ആ ചേച്ചിയുടെ അഭിപ്രായം എന്താ? ആ ചേച്ചിയുടെ സാക്ഷ്യം കേട്ടില്ലേ? അവരെന്താ പറഞ്ഞത്? അവരൊരു വർഷമായിട്ട് അവസാദ രോഗമാണ് അവർക്ക്. അവർ മിണ്ടാണ്ടിരുന്നെന്ന് പറഞ്ഞില്ലേ? 1 മാസം 1 കൊല്ലം. ആ ചേച്ചി 1 കൊല്ലത്തോളം അവിടെ ജോലി പോയതിൻ്റെ നഷ്ടത്തിൽ അവർ മിണ്ടാതിരുന്നു. അവർ ലീവ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവിന് കുറച്ച് സമയം എക്സ്ട്രാ വന്നപ്പോൾ ഒരു ബിസിനസ് ചെയ്തപ്പോൾ കൂട്ടുകാരൻ പറ്റിച്ചു, ആ കാശും പോയി. അതുകൊണ്ട് കുടുംബം പട്ടിണിയായപ്പോൾ ഇവർ തന്നെ ജോലിക്ക് പോകാൻ തീരുമാനിച്ചുകൊണ്ട് ഇവർ കമ്പനിയിട്ട് ചെന്നപ്പോൾ കമ്പനി പറയുന്നു ഇവിടുത്തെ നിയമം മാറിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഇല്ലയെന്ന് പറയുമ്പോൾ അവർക്ക് ഡിപ്രഷനായി പോയതാണ്. ആ രോഗം അവർക്കുണ്ടായ രോഗം. ചേച്ചി മിണ്ടാണ്ടിരുന്നില്ല, ആരോടും സംസാരിച്ചില്ല, വീട്ടിൽ സംസാരിച്ചില്ല, വെറുതെ ഇങ്ങനെ ഗുഡൂസായിട്ട് ബുദ്ധൂസിനെ പോലെ ഇരുന്നെന്ന് പറഞ്ഞില്ലേ? അവസാദ രോഗമാണ്. അവസാദ രോഗം, മാനസിക രോഗമാണത്, ഡിപ്രഷനാണത്, ഭ്രാന്തല്ല. പക്ഷേ ആളിൻ്റെ സപ്തനാഡികളും തളർന്ന്, ഇച്ഛാശക്തി തളർന്ന്, സംസാരിക്കാനുള്ള പാസന പോലും കളഞ്ഞ് നിർജീവമായിരിക്കുകയാണ്. ആൾ നിർജീവമായിപ്പോയി. ആ നിർജീവമായി പോയ ആൾ ആരോടും വീട്ടുകാരുടെ പോലും സംസാരിക്കാതിരുന്ന ആളെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടുമാണ് അവരുടെ വകയിലൊരു കസിൻ അവരുടെ വീട്ടിൽ ചെല്ലാൻ ഇടയായി. ഒരാളെ ദൈവം പൊക്കിക്കൊണ്ടുവന്ന രീതി കണ്ടില്ലേ? വീട്ടിൽ ചെല്ലാൻ ഇടയായപ്പോൾ കസിൻ്റെ ബാഗ് അവർ തുറന്ന്, കാര്യം അവനവിടെ താമസിക്കാൻ 2 ദിവസം ഉള്ളത് കൊണ്ട് അവൻ്റെ ഡ്രസ്സൊക്കെ അലക്കാൻ എന്തോ കാര്യത്തിന് വേണ്ടി തുറന്ന് എടുത്ത് പുറത്ത് വെച്ചപ്പോഴാണ് കൃപാസനത്തിൻ്റെ ഒരു 10 കീർ അവർക്ക് കിട്ടിയെന്ന് പറയുന്നത്. അതിനകത്ത് പകുതി കീറി അവിടെ എടുത്ത് വായിക്കാൻ തുടങ്ങിയെന്ന്. പകുതി കീറി, ബാക്കിയെല്ലാം കൊടുത്തിട്ട്
പകുതി അവനെയും കൊടുത്ത് പകുതി കീറി ഇവരും എടുത്ത് ഇവർ വായിക്കണ സമയത്താണ് കാന്തിക ശക്തി പോലെ, ബുദ്ധിശക്തി പോലെയാണ് ഇവരിലേക്ക് പവർ കയറണത്. പിന്നെ ഇവരങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ 60-20 വർഷത്തിന് മുമ്പ് കൊണ്ടുപോയ ഫ്രാൻസൊക്കെ പടപടാന്ന് തിരിച്ച് വിളിക്കുകയാണ്. ഒരു യുദ്ധത്തിൽ തകർന്നു പോയ എല്ലാ പാലങ്ങളും എല്ലാ റോഡുകളും നൊടിയിടക്ക് ദൈവം ഇങ്ങനെ റിപ്പയർ ചെയ്തിട്ട് ഇവിടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. കൈ അടിച്ച് കിടത്താൻ പിന്നെ മാതാവ് വിളിച്ച് അവരെ കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യിച്ചു. അവിടെ ഹസ്ബൻഡിന് എല്ലാവരെയും പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ നിൽക്കുന്ന നിലയിൽ പ്രൊമോഷൻ ശരിപ്പെടുത്തി കൊടുത്തു, ശമ്പളം കൂട്ടിക്കൊടുത്തു, എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കണം. കർത്താവേ, ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ സമയമെല്ലാം ഞങ്ങൾ ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നോ, ദൈവത്തെ കേട്ടുകൊണ്ടിരുന്നോ. കർത്താവേ, നിന്നെ കാണുകയും നിന്നെ കേൾക്കുകയും ചെയ്തപ്പോഴേ ആഴമായി നിന്നെ വിശ്വസിച്ചുകൊണ്ട് നിന്നെ അറിഞ്ഞ് നിന്നെ അനുഭവിക്കുവാൻ നിന്റെ സ്നേഹത്തിന്റെ സാക്ഷി എന്നെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ കാണുന്നെന്നാണ് പറയണത് അല്ലേ? ഇപ്പം കാണുക, സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നില്ലേ? സാക്ഷ്യം പറഞ്ഞവരെയും നമ്മൾ കേട്ടു. പക്ഷേ ഇതിനെല്ലാം ബൈബിൾ പറയുന്നത് എന്താണ്? ഇതെല്ലാം ഒരു കണ്ണാടിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ കാണുന്നു. കണ്ണാടിയിലൂടെ ഇപ്പോൾ നമ്മൾ അവ്യക്തമായി കാണുന്നു. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ പോലും കണ്ണാടി കാഴ്ച എന്നാണ് ബൈബിൾ പറയണത്. കണ്ണാടി കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണമായി അവിടുത്തെ കാണും. അവിടുന്ന് പൂർണ്ണമായി എന്നെ അറിയണത് പോലെ ഞാനും അവിടുത്തെ പൂർണ്ണമായി അറിയും. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ണാടി കാഴ്ചകൾ കാണുമ്പോഴേ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയണം, ഇതെല്ലാം കണ്ണാടി കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ ഭാഗികമായി അറിയുന്നു. ഇനി പൂർണ്ണമായി എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാലം വരും. കൈ അടിച്ച് കിടത്താൻ അതാണ് 1 കൊറിന്ത്യസ് 13:12. 1 കൊറിന്ത്യസ് 13:12. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്നതുപോലെ കാണുന്നു. ഓരോ കാഴ്ചകൾ കാണുമ്പോഴും ഓരോ സൗഖ്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുമ്പോഴും അപ്പോൾ ഓർത്തേക്കണം, ഇതിനേക്കാൾ എത്രയോ വലുത് നമ്മളിനി കാണാനിരിക്കുന്നുവെന്നല്ലേ? ഇപ്പോൾ ഇതെല്ലാം കണ്ണാടി പോലെ കാണുകയാണ്. ഇപ്പോൾ നമ്മൾ ഭാഗികമായി അറിയുന്നു. അപ്പോൾ നമ്മൾ കർത്താവും നമ്മളെ അറിയുന്നത് പോലെ പൂർണ്ണമായി നമ്മളും അവിടുത്തെ അറിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവും നമ്മൾ അറിയുന്നത് പോലെ ഈ പുനരുത്ഥാന കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പുനരുത്ഥാന കാലഘട്ടത്തിൻ്റെ അന്ത്യത്തിൽ എന്താ സംഭവിക്കണത്? പുനരുത്ഥാന കാലഘട്ടത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ പൂർണ്ണമായി അവിടുത്തെ അറിയും. അവിടുന്ന് പൂർണ്ണമായി നമ്മളെ അറിയുന്നത് പോലെ നമ്മൾ അവിടുത്തെ അറിയും. ഓരോ അനുഭവവും ഓരോ അനുഗ്രഹവും കർത്താവിന് ആത്യന്തികമായി അറിഞ്ഞനുഭവിക്കുന്ന നിത്യയുടെ കൊല്ലത്തിൻ്റെ സ്വർഗ്ഗക്കാഴ്ചയായി മുന്നാസ്വാദനമായി അനുഭവിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്ന കൈ അടിച്ചു കർത്താവ് എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ഭാഗികമായോ പൂർണ്ണമായോ അറിയണത്? എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ഭൂമിയിൽ നമ്മൾ ദൈവത്തെ ഭാഗികമായി അറിയുന്നു അല്ലേ? നിത്യതയിൽ ദൈവത്തെ നമ്മൾ പൂർണ്ണമായി അറിയുന്നു. അതാണ് 1 കൊറിന്ത്യസ് 13:12. ഇപ്പോഴും നമ്മൾ ഭാഗികമായി അറിയുന്നു. അപ്പോൾ നമ്മൾ പൂർണ്ണമായി ദൈവം നമ്മൾ അറിയുന്നത് പോലെ നമ്മൾ ദൈവത്തെയും അറിയും. എങ്ങനെ അറിയും? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതാണ് എങ്ങനെയാണ് ദൈവത്തെ അറിയണത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതുകൊണ്ട് അത് ശരിയാ, സ്നേഹം കൊണ്ടാൽ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റും. എങ്ങനെയൊക്കെ ദൈവത്തെ അറിയാൻ പറ്റും? ഒന്ന്, ദൈവത്തെ സ്നേഹിച്ചറിയാൻ പറ്റും അല്ലേ?
രണ്ടാമത്തെ എന്താണ്? ദൈവത്തെ വിശ്വസിച്ചറിയാൻ പറ്റും. മൂന്നാമത്തെ എന്താ? ദൈവത്തെ പ്രത്യാശിച്ചറിയാൻ പറ്റും. ആ അമ്മച്ചി കൊണ്ടുപോയി, ആ ചേച്ചി കൊണ്ടുപോയി ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ 5 ദിവസമായിട്ട് വെന്റിലേറ്ററിൽ കിടന്നിരുന്ന അമ്മച്ചിയുടെ മൂക്കിലെ കുഴലൂരി മാറ്റിയിട്ട് വായിൽ തേനൊഴിച്ച് കൊടുത്തില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത് അവർ? എന്നെ വിളിക്കരുത്, നാളെ 10 മണിക്ക് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നെ വിളിക്കരുത്, നാളെ 10 മണിക്ക് എന്നെ വിളിക്കാവും. 8 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് അമ്മച്ചി അനങ്ങളില്ല, ചത്തതുപോലെ കിടക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ 10 മണിക്ക് വിളിക്കാമെന്ന്. ഞാൻ 10 മണി അമ്മയോട് ചോദിച്ചിരിക്കുന്നതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 10 മണി അമ്മയോട് ചോദിച്ചിരിക്കുന്നതാണെന്ന്. 9 മണിക്ക് വിളിച്ചപ്പോഴും അമ്മക്ക് മാറ്റമൊന്നുമില്ല. 10 മണിക്ക് അമ്മ എഴുന്നേറ്റ് ആ പറഞ്ഞ സമയത്ത് കൈ അടിച്ച് കത്താൻ ദിവ്യകാരുണ്യത്തിന്. അതാണ് അറിവെന്ന് പറയണത്. ആ ചേച്ചി അമ്മച്ചിയെ ഉയർപ്പിച്ചു കൊണ്ടുവന്നത് എങ്ങനെയാണ്? മരിച്ചു കിടന്ന അമ്മച്ചി ഉയർപ്പിച്ചു കൊണ്ടുവന്നത് ദൈവത്തെ അറിഞ്ഞാണല്ലേ. എങ്ങനെ അറിഞ്ഞ്? വിശ്വാസത്തിൽ അറിഞ്ഞു. പിന്നെ എങ്ങനെ അറിഞ്ഞ്? പ്രത്യാശയിലറിഞ്ഞു. എല്ലാവരുടെയും പ്രത്യാശ പോയില്ലേ? ഡോക്ടറിൻ്റെ പോലും പ്രത്യാശ പോയി, എല്ലാവരുടെയും പ്രത്യാശ പോയി. ചെന്ന് ഇടിച്ചതല്ലേ നിൽക്കണം, കണ്ടല്ലേ? അവരുടെ വാച്ച്മാൻ വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വാച്ച്മാനെ കയറ്റവിടെ ഇടിച്ച്, എന്നിട്ട് ഇറിച്ചിൽ വാണം പോലെയാണ് നേരെ കയറിച്ചേരണത്. കാര്യം എനിക്കതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പോൾ ഈ കേരള സാഹിത്യ അക്കാദമി എനിക്ക് വൈജ്ഞാനിക സഹായത്തിന് അവാർഡ് തന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ ഫോക്ലോർ അക്കാദമി പ്രസിഡൻറ്റ് മുഹമ്മദ് അഹമ്മദിൻ്റെ പ്രൊഫസറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴേ ഈ അക്കാദമിയുടെ പുസ്തകം അക്കാദമി പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി തടസ്സമുണ്ടായിരുന്നു, സാങ്കേതിക തടസ്സം. കാര്യം കമ്മിറ്റി തീരുമാനം എടുത്തില്ല, പബ്ലിക്കേഷൻ കമ്മിറ്റി തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു. പ്രസിഡൻറ്റിന് ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായി വരും. തന്നെയല്ല വൈസ് ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ് കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം നിയമത്തിൻ്റെ വള്ളി മാറ്റമില്ലാതെ പിടിക്കുന്ന ആളാണ്. അപ്പോൾ സുരേഷ് കൂത്തുപറമ്പ് ഈ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദിൻ്റെ കൂടെ ഇരിക്കുമ്പോഴേ ഞാൻ ഈ പുസ്തകം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പം തള്ളിപ്പോവും. അപ്പോൾ ഞാനെന്ത് ചെയ്ത്, ഞാൻ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് കൊന്തയില്ലേ എന്ന് പറഞ്ഞ് കർത്താവ് ആ സുരേഷ് കൂത്തുപറമ്പിനെ ഇപ്പോൾ ഒന്ന് പറഞ്ഞു വിട്ടേക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു 10 ഒരു സ്വർഗസ്ഥനായ 10 നന്മ നിറഞ്ഞവരെയും കൂടി ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മൂട്ട കുത്തിയ പോലെ സുരേഷ് കൂത്തുപറമ്പ് ഗെറ്റ് ഔട്ട് അടിച്ച്. ഞാൻ നേരെ ചെന്ന് മുഹമ്മദ് അഹമ്മദിനോട് പറഞ്ഞു, ഇൻ്റർനാഷണൽ ഫ്ലോക്ക് ഫെസ്റ്റിവലാണ്, ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്, പ്രസിനുള്ള അധികാരമെടുത്ത് തീരുമാനിക്കാം, ഇതൊരു നല്ല സമയമായതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണെന്ന് പറഞ്ഞു. അദ്ദേഹം വരട്ടെ നോക്കട്ടെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം തീരുമാനമെടുത്തു. അദ്ദേഹമല്ല തീരുമാനമെടുത്ത അമ്മയാണെന്ന് എനിക്കറിയാം. കാര്യം പുസ്തകം ചോദിച്ചു അടക്കുമ്പോൾ ഞാൻ 1000 ജവമാര് ചൊല്ലിയിട്ടുണ്ട്. കാര്യം അമ്മ പുസ്തകമാണ്. അക്കാഡമി ഇപ്പോൾ അവാർഡ് തന്നിരിക്കുന്നത് ഇത് അമ്മ പുസ്തകമായതുകൊണ്ട് അമ്മയുടെ ഒരു ആനുകൂല്യമായിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ എല്ലാം വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ്. നമ്മൾ ദൈവത്തെ അറിയണത് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വേണം മക്കളെ. എന്തിനാണ്? ദൈവത്തെ സ്നേഹിച്ചറിയാൻ. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വേണം മക്കളെ. എന്തിനാണ്? ദൈവത്തെ വിശ്വസിച്ചറിയാൻ. നമ്മുടെ ജീവിത പ്രതിസന്ധികളിലെ സങ്കടങ്ങൾ വേണം മക്കളെ. എന്തിനാണ്? ദൈവത്തെ പ്രത്യാശിച്ചറിയാൻ. ദൈവത്തെ പ്രത്യാശിച്ചാണ് അറിയണത്, ദൈവത്തെ വിശ്വസിച്ചാണ് അറിയണത്, ദൈവത്തെ സ്നേഹിച്ചാണ് അറിയണത്. അപ്പം നമ്മൾ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു രോഗം, ഒരു വിഷമം വരുമ്പോൾ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ദൈവത്തിലെ നിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കൂ, എന്നെ അറിയൂ. ദൈവത്തിലെ നമുക്ക് രോഗം വരുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിലെ നിൻ്റെ സ്നേഹം വർദ്ധിപ്പിക്കൂ, എന്നെ അറിയൂ. നിൻ്റെ പ്രശ്നം ഗുരുതരമാകുമ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിലെ നിൻ്റെ പ്രത്യാശ വർദ്ധിപ്പിക്കൂ, എന്നെ അറിയൂ. എന്തിനാണ്? ഭാഗികമായി ഇപ്പം അറിഞ്ഞാൽ നിത്യതയെ പൂർണ്ണമായി എന്നെ അറിയാം. ഞാൻ നിന്നെ അറിയണ പോലെ നിനക്കെന്നെ അറിയാൻ കഴിയും. അതിന് സ്വർഗമെന്ന പേര്. ഏകസത്യപദയമായ നിന്നെയും നീ യേശു ക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ. 17:3 യോഹന്നാൻ്റെ സുവിശേഷമല്ലേ? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. 1 യോഹന്നാൻ 4:8 എല്ലാം അറിവാണ്. ശ്രുതികട ഹല്ലേലൂയ.
വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്ന സ്നേഹമാണ് ഉത്കൃഷ്ടം. അല്ലേ? 1 കൊറിന്ത്യർ 13:12 വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, അതിൽ ഉത്കൃഷ്ടം സ്നേഹമാണ് ഉത്കൃഷ്ടം. ദൈവത്തിലെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവോ? ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, വീടില്ല, ഇപ്പോൾ തന്നെ ഒരു സ്ഥലത്തിൻ്റെ വിഷയം പറഞ്ഞില്ലേ, ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തർക്കം പോയി. ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ തന്നെ സ്ഥലം റോഡിന് കൊടുക്കുകയും വെയിൽ കിട്ടുകയും പിറ്റേ ആഴ്ച പഞ്ചായത്ത് നമ്പർ കിട്ടുകയും ചെയ്തെന്ന് പറഞ്ഞില്ലേ? ആ സങ്കീർണമായ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. അത് പറഞ്ഞപ്പോൾ തീർന്ന്. അത് നടന്നില്ലെങ്കിൽ ഉണ്ടാകാൻ പോണ പുലിവാരം എന്താ? കെട്ടാത്ത വെയിൽ കെട്ടാതെ കിടക്കും, വൈരാഗ്യം പോലെ ഇരിക്കും, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും. അല്ലേ? ജീവിതത്തിൻ്റെ വെയിലിപ്പത്തലിൻ്റെ കാര്യത്തെ പോലും നിന്റെ പരിശുദ്ധ അമ്മ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന കൈ അടിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു വിശ്വാസം കിട്ടി. അല്ലേ? അതിർത്തി തിരിച്ച് ഇടാനായി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പേരുടെ നമ്പർ കിട്ടി. ഇല്ലേ? അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പ്രോജക്റ്റ് കഴിഞ്ഞു. അതിൻ്റെ ഏണിങ് എന്താ? പേരക്ക് നമ്പർ കിട്ടി മാത്രമല്ല, അതിൻ്റെ ഏണിങ്, അതിൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പ്രോജക്റ്റ് ചെയ്ത് വിശ്വാസം നമ്മൾ സമ്പാദിച്ചു. ഈ നമുക്ക് സമ്പാദിച്ച വിശ്വാസമാണ് പിന്നീട് അടുത്ത വിഷയം വരുമ്പോൾ പ്രത്യാശയ്ക്ക് നമ്മൾക്ക് പ്രയോജനപ്പെടുന്നത്. നീ സമ്പാദിച്ച വിശ്വാസമില്ലേ? നീ ഒരു വിഷയത്തെ തരണം ചെയ്ത് വിജയകരമായി തരണം ചെയ്യുമ്പോൾ നീ ഒരു വിശ്വാസം സമ്പാദിക്കും. ഈ വിശ്വാസം സമ്പാദിക്കുമ്പോഴാണ് ഇപ്പോൾ മകന് ജോലി കിട്ടിയില്ല, അപ്പോൾ അവർക്ക് പെരക്ക് നമ്പർ കിട്ടി. കുറച്ച് കഴിയുമ്പോൾ മകൻ 2-3 ഇൻ്റർവ്യൂവിന് തോറ്റ്. അപ്പോഴും അമ്മ എന്ത് പറയും? അമ്മക്ക് അറിയാവുന്ന ദൈവം എന്താ? അതിർത്തിക്കെല്ലാം നേരെയാക്കുകയും ശത്രുവിനെ പക്ഷത്താക്കുകയും പെരക്ക് നമ്പർ ഇടുകയും ചെയ്യുന്ന ഒരു അനുഭവം അവർക്കുണ്ട്. അല്ലേ? അവിടെ മകനി അടുത്ത പ്രാവശ്യം 2-3 ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മ കിട്ടുമെന്ന് തോന്നണില്ല കേട്ടോ അമ്മ. ഇല്ലടാ, ദൈവം നിനക്ക് തരും. ദൈവം നിനക്ക് തരുമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ യോഗ്യതയിലല്ല തരണത്. ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത് എന്താണ്? ദൈവം നമുക്ക് തരുമെന്ന് പറയണത്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? ഇൻ്റർവ്യൂ പൊട്ടയായിരുന്നെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അവർ റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? പക്ഷേ അമ്മ എന്താ പറഞ്ഞേ? ആ മകൻ വന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞില്ലടാ, അമ്മ നിനക്ക് തരുമത്. ഇൻ്റർവ്യൂ പൊട്ടയായിരുന്നു, അവൻ തോറ്റ്. പക്ഷേ അവിടെ വർക്ക് ചെയ്യണത് എന്താ? അമ്മയുടെ പ്രത്യാശയാണ്. എന്താ അവൻ്റെ അമ്മച്ചി എന്താ പറഞ്ഞു കൊടുത്തത്? ഇല്ലടാ, ഇൻ്റർവ്യൂ പൊട്ടയായാലും അമ്മ മാതാവ് നിനക്ക് തരും. അതെന്താണ്? പ്രത്യാശയാണത്. ആ പ്രത്യാശ കൊണ്ടാണ് പിറ്റേ ദിവസം നേരെ വിളിപ്പിക്കണവനെ, തോറ്റവനെ വിളിപ്പിക്കുന്നു. അവൻ ബൈക്ക് ഓടിക്കണം, അവനല്ല പോയിക്കണം. അമ്മ മാതാവ് ഇപ്പോൾ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് പരിപാടി. ഞാൻ അകത്തിരുന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇപ്പോൾ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയ പരിപാടി. എന്താ കാര്യം? അവൻ പറയണത്, ഞാനിങ്ങനെ സാധാരണ ഒരു 50-ലാണ് പോണത്, പക്ഷേ സാധനം 90-ലാണ് വെച്ച് കാച്ചണമെന്ന് പറഞ്ഞു. ഞാനെങ്ങനെ അവിടെ ചെന്നെന്ന് എനിക്കറിയാൻ പാടില്ല. വണ്ടി ഓടിച്ചത് ആരാണ്? അമ്മ പറഞ്ഞ മാലാഖ വണ്ടി ഓടിച്ചിരിക്കുകയാണ്. സംഭവം എല്ലാ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളും ഇടപെടുകയാണ്. പക്ഷേ വിശ്വസിക്കാനും പ്രത്യാശിക്കാനും പറ്റുന്ന കൊള്ളാവുന്ന ഒരു അമ്മയും അപ്പനൊക്കെ വീട്ടിലുണ്ടാകണം എപ്പോഴും നല്ലതാണ്. വിശ്വസിക്കാൻ പറ്റാത്ത അമ്മയാണെങ്കിൽ അവർക്ക് തള്ളയാണെന്നാണ് അവരുടെ പേര്. വിശ്വസിക്കാൻ പറ്റാത്ത അപ്പനാണെങ്കിൽ അയാൾക്ക് തന്ത പേര്, അപ്പനെന്നല്ല. അപ്പനെന്ന് പറയുന്നത്, നമ്മൾ അപ്പനാകണത്, നമ്മൾ അമ്മയാകണതും നമ്മൾ വിശ്വാസത്തിൽ മക്കളെ വളർത്തുമ്പോഴാണ്. കൈ അടിച്ചു കിടത്താൻ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മുടെ സ്വത്തെന്ന് പറഞ്ഞാൽ എന്താ? സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസമാണ്. ഒരു പ്രോജക്റ്റ് ചെയ്ത് ഇതുപോലെ ഒരു അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സമ്പാദ്യമായി. പിന്നെ എന്താ നമുക്ക് വരണത്? അടുത്ത പ്രോജക്റ്റ് വിഷയം വരുമ്പോൾ, ഇതുപോലെ മക്കളുടെ ജോലി പ്രശ്നങ്ങൾ വരികയും ഒരു പരീക്ഷയ്ക്ക് ഒക്കുകയും ചെയ്യുമ്പോൾ അമ്മയാണ് പറയണത്, ഇല്ല മോനെ, കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ആ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ? അമ്മക്കൊരു കുഴപ്പം വരത്തില്ല. അമ്മക്കൊരു കുഴപ്പം. കഴിഞ്ഞ മാസം മാർച്ച് മാസം ഒരാങ്ങളൊക്കെ അപകടം ഉണ്ടായി, അവൻ മരിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ടായി. അപ്പം പെങ്ങളിൽ ആകെപ്പെട്ടൊരു ആങ്ങളുള്ളതാണ്. പെങ്ങൾക്ക് ന്യൂസ് കിട്ടി അവൻ മരിച്ചെന്ന്. ഉടനെ പെങ്ങൾ പറയുകയാണ്, അവൻ മരിക്കത്തില്ല,
അവന് വേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന്. എൻ്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ സാക്ഷ്യം കേൾക്കണത്. വണ്ടി ഇടിച്ചും മരിച്ചെന്നും പറഞ്ഞ് അവളുടെ ഫോൺ വരുമ്പോൾ അവളോട് പറയണേ അവൻ മരിക്കത്തില്ല. കാര്യം എന്താ, ഞാൻ അവൻ്റെ അടുത്ത് അവന് വേണ്ടി അമ്മയെടുത്ത് വന്ന് ഉടമ്പടി ചെയ്തതാണെന്ന്. വേറെ അവന് ജോലി കിട്ടാൻ വേണ്ടി അവൻ ഉടമ്പടി ചെയ്തിരിക്കണത്. ഇപ്പോൾ അവനെ വണ്ടി ഇടിച്ച് കിടക്കുകയാണ് സംഭവം. അപ്പോൾ അവൾ പറയണതാണ് എന്താ സംഭവിച്ചിരിക്കണത്, അവൻ മരിക്കത്തില്ല, അവന് വേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന്. അവൾ ജീവനെയും കൊണ്ട് പുനരുദ്ധരിച്ച് നടത്തിക്കൊണ്ട് ആങ്ങളെയും കൊണ്ട് പോകുന്നത് അവളുടെ വിശ്വാസം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഇതെല്ലാം നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അതാണ് 12:13 വിശ്വാസം, പ്രത്യാശ, സ്നേഹം. 1 കൊരിന്ത്യർ 12:13 എന്താ പറയണത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ ആകപ്പാട് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിൽക്കണമെന്ന് സമ്മതിച്ചിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. നിലനിൽക്കണമെന്ന് പറയണത് ഒന്ന്, ക്രിസ്തു നിലനിൽക്കണമെന്ന് ബൈബിൾ പറയും. യോഹന്നാൻ 12:34 ക്രിസ്തു നിലനിൽക്കുന്നുവെന്ന് പറയും. യോഹന്നാൻ 12:34 ഏതാണ്ട് അതേ ക്വാളിറ്റി സ്റ്റാൻഡേർഡിലാണ് പറയണത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ നിലനിൽക്കുന്നു. അപ്പം നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചത്താലും, നമുക്ക് വാർദ്ധക്യം വന്നാലും, നമ്മൾ ചത്താലും മണ്ണടിഞ്ഞാലും പിന്നെയും നിലനിൽക്കുന്ന സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനമാണ് ആധ്യാത്മിക സ്പിരിച്വാലിറ്റി, ആധ്യാത്മിക ശാസ്ത്രം എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഭൂമിയിലുണ്ടാകുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ, ജോലിയില്ല, വീടില്ല, കടമാണ്, പ്രമോഷനാണ്. ഇപ്പോൾ ചേച്ചൻ പറഞ്ഞല്ലോ, ചേട്ടനോട് പറഞ്ഞല്ല, അയാൾ ഫിസിക്കലി ഡിസേബിൾഡാണ്. അപ്പോൾ അയാളെ ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ ട്രാൻസ്ഫർ കറക്റ്റാണ്. 1.5 കൊല്ലം കിടക്കേണ്ടി വരും കാസർഗോഡ്. ആ മെസ്സേജ് ക്ലോസ് ചെയ്തിട്ട് എൻ്റെ സങ്കടം കൊണ്ട് അമ്മ പറഞ്ഞ്, ഇല്ല, എനിക്കവനെ വേണമെങ്കിൽ 3 മാസം കൊണ്ടുവരാൻ പറ്റുമെന്ന് നീ ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ്. മെസ്സേജ് അതാണ്, സത്യസന്ധമായിട്ട് നോക്കിയാൽ ചാറ്റിംഗ് മെസ്സേജാണ്. അത് മാത്തമാറ്റിക് പ്രിസിഷനുള്ളതാണത്. അത് 1.5 കൊല്ലമാണ് കാസർഗോഡ് താമസിക്കേണ്ടത്. അതിനകത്ത് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഈ മെസ്സേജ് അനുസരിച്ച് നിങ്ങൾ ലീവ് എടുക്കേണ്ടി വരും. പക്ഷെ പുസ്തകം അടക്കണമെന്ന് പറയും, അമ്മയ്ക്ക് വേണമെങ്കിൽ നിങ്ങളെ 3 മാസം കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന്. പിന്നെ നമ്മളെന്താണ്, അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ആ മനുഷ്യൻ 3 മാസം പ്രാർത്ഥിക്കുകയാണ്. ഗവൺമെൻറ്റിനെ സമ്മർദ്ദതന്ത്രക്കാരായ യൂണിയൻകാരെ അട്ടിമറിച്ചുകൊണ്ട് അമ്മ വിചാരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അവനെ പോസ്റ്റ് ചെയ്യണം. കൈ അടിച്ചു ഇത് തന്നെ. അപ്പം നിന്റെ ജീവിതത്തിൻ്റെ പരമാധികാരം ആർക്കാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം നിന്റെ ജീവിതത്തിൻ്റെ പരമാധികാരം ആർക്കാ? ഭൗതിക ജീവിതമായും ആത്മ ജീവിതമായും ദൈവം അമ്മയ്ക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ പാടിക്കൊണ്ട് നടന്നതാണ്. കഴിഞ്ഞ മാസം ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. അത് എൻ്റെ മനസ്സിങ്ങനെ പാടും. എന്താണെന്നറിയാവോ? ഈ ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? സമയമാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥലമാണ്. അപ്പോൾ സ്ഥലവും സമയവും ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഇത്തിരി വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതിന് എന്താണ്? ഒരു സമയം, ഒരു സംഭവം നടക്കണമെങ്കിൽ, ഒരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം, ഒരു ഈവൻറ്റ്, ഒരു സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി 2 ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് വേണ്ടത്? 2 ഘടകങ്ങൾ. സമയവും വേണം, സ്ഥലവും വേണം. ബൈബിളിൽ സ്ഥലമാരുടേതാണ്? ഭൂമി ദൈവത്തിൻ്റെത്. ബൈബിളിൽ സമയമാരുടേതാണ്? സമയം ദൈവത്തിൻ്റെത്. അതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ പറയുന്നത്, ആകാശവും ഭൂമിയും താപകമല്ലോ കർത്താവേ. ആകാശവും ഭൂമിയും നിൻ്റെതാണ്, സമയവും സ്ഥലവും നിൻ്റെതാണ്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ചില്ലറ വ്യത്യാസം ദൈവം വരുത്തി. അവിടെ എന്താ വരുത്തിയത്? മനുഷ്യാവതാരത്തിലെ തുല്യ പങ്കാളിയാണ് അമ്മ. കർത്താവിന് മനുഷ്യാവതാരം ചെയ്യണമെങ്കിൽ അമ്മയെ കൂടാതെ പറ്റുമോ? ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിലെ തുല്യ പങ്കാളിയാണ് അമ്മ.
ഈ ഉടമ്പടി വെറുതെ അല്ല കത്തിപ്പിടിക്കണതേ, ഉടമ്പടി സത്യം പറയുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യാവസ്ഥകളെ പ്രഘോഷിക്കാൻ ഉടമ്പടി. അതായത് അമ്മ മനുഷ്യാവതാരത്തിൻ്റെ യേശുക്രിസ്തുവിന് ഭൂമിയിൽ മനുഷ്യനെ അവതരിക്കുന്നതിന് വേണ്ടി രക്ഷണീകൃത്യം പൂർത്തിയാക്കാനുള്ള എ പെർഫെക്റ്റ് റൈറ്റ് പാർട്ട്ണറാണ് അമ്മ. അതുകൊണ്ട് എന്ത് ചെയ്ത് മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യത്തിന് ദൈവത്തിനുള്ളതുപോലെ സ്വയം നിർണായകമായ അവകാശം അമ്മയ്ക്കും കൊടുത്തിരിക്കുകയാണ്. ഇനി അമ്മയ്ക്ക് നിശ്ചയിക്കാം നിൻ്റെ ഭൂമി, ഇനി അമ്മയ്ക്ക് നിശ്ചയിക്കാം നിൻ്റെ ആകാശം. നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കേണ്ട സ്ഥലം അമ്മയ്ക്ക് നിശ്ചയിക്കാം. നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കേണ്ട സമയം അമ്മയ്ക്ക് നിശ്ചയിക്കാം. അമ്മ സ്ഥലം നിശ്ചയിച്ചാൽ, അമ്മ സമയം നിശ്ചയിച്ചാൽ കർത്താവ് ചേഞ്ച് ചെയ്യത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. എന്താ പറയണത്? അമ്മയ്ക്ക് വേണമെങ്കിൽ ആദ്യത്തെ അടയാളം കാനായിലെ കല്യാണം വേണമെങ്കിൽ ബെത്ലഹേമിലാക്കാം, വേണമെങ്കിൽ ജെറുസലേമിലാക്കാം, വേണമെങ്കിൽ ഗലീലിലാക്കാം. അമ്മ നിശ്ചയിച്ചു അത് കാനായിൽ മതിയെന്ന്. കർത്താവും പറഞ്ഞത് കാനായിൽ മതിയെന്ന്. അതാ സ്ഥലം നിശ്ചയിച്ചത് ആരാണ്? അമ്മയാ. സമയമായില്ലെന്ന് ഈശോ പറഞ്ഞു. സമയമായില്ലെന്ന് ഈശോ പറഞ്ഞു. അപ്പോഴമ്മ സമയവും നിശ്ചയിച്ചു. പിന്നെ ഈശോ ആ സമയം ചേഞ്ച് ചെയ്താ ഇല്ല. അപ്പം സ്ഥലം നിശ്ചയിക്കാനും സമയം നിശ്ചയിക്കാനും അമ്മയ്ക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. ആ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ നിശ്ചയിക്കുന്ന നമ്മുടെ സമയം, അമ്മ നിശ്ചയിക്കുന്ന നമ്മുടെ സ്ഥലം. എന്താ കാര്യം? നമ്മൾ മനുഷ്യരായതുകൊണ്ടും മനുഷ്യാവതാരത്തിൽ അമ്മ തുല്യ പങ്കാളിയായതുകൊണ്ടും മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ മേൽ അമ്മയ്ക്ക് ദൈവം അധികാരം കൊടുത്തുകൊണ്ടാണ് പുതിയ നിയമം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൈ അടിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭൂമിയിലെ ഓരോ ഇതുപോലെയുള്ള ബ്ലെസ്സിങ്സിൻ്റെ സിറ്റുവേഷൻസ്, അനുഗ്രഹത്തിൻ്റെ സാഹചര്യങ്ങൾ, സംഭവങ്ങളിലെ സ്ഥലകാലങ്ങൾ കഴിയുമ്പോൾ അതെല്ലാം നിശ്ചയിച്ച് നമുക്ക് അമ്മ സമയം നിശ്ചയിച്ചു, അമ്മ സ്ഥലം നിശ്ചയിച്ചു, അമ്മ അതിൽ ഇടപെട്ട് ഭൗതികമായ ഉന്നമനം നമുക്കുണ്ടായി കഴിയുമ്പോഴേ നമുക്ക് എന്തുണ്ടായാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വാദ്യരായി. ഇപ്പം നിങ്ങൾ അമ്മ ഇടപെട്ട് IELTS എഴുതി നമ്മൾ ജർമ്മനിയിൽ പോയി അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോയി, നമ്മൾ എന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരിക. എല്ലാ പക്ഷികളും നിലത്തിറങ്ങുമല്ല ഇല്ലേ? എത്ര ആകാശത്ത് വിമാനങ്ങളായാലും ശരി, എത്ര പക്ഷികളായാലും ശരി, കുറേ നാൾ കഴിയുമ്പോൾ അവർ ഭൂമിയിൽ ഇറങ്ങും. ഭൂമി ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ പക്ഷികളും തിരിച്ചു വരും, എല്ലാ വിമാനങ്ങളും തിരിച്ച് ലാൻഡ് ചെയ്യും അല്ലേ? എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇത് കുറച്ച് കഴിയുമ്പോൾ അത് വനിഷ് ചെയ്തു പോകും. നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹം കിട്ടിയാലും, മക്കളുണ്ടായാലും, കല്യാണം കഴിച്ചാലും, വീടുണ്ടായാലും, ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ കടന്നു പോകും. ബൈബിൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാക്കാണ് കടന്നു പോവുക എന്ന്. അനുഗ്രഹങ്ങളുടെ സ്വഭാവം അതാണ്, കടന്നു പോകും. കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ലോകം കടന്നു പോകും, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നില്ലാവട്ടെ, എന്നേക്കും നിലനിൽക്കും. അവിടെ കൊണ്ടൊരു നിലനിൽപ്പ് ഇല്ലേ? നമ്മൾ പറഞ്ഞ എന്താ പറഞ്ഞ 12:34 യോഹന്നാൻ ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു. നമ്മൾ പറഞ്ഞത് എന്താണ്? 1 കൊരിന്ത്യർ 13 വിശ്വാസം, പ്രത്യാശ, സ്നേഹം നിലനിൽക്കുന്നു. ഇപ്പം എന്താ പറയണത്? 1 യോഹന്നാൻ 2:17 കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇത് പിതാവിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ലോകം കടന്നു പോകും. എന്തനുഗ്രഹമായാലും അത് കടന്നു പോകും അല്ലേ? എല്ലാം കടന്നു പോകും. പിന്നെന്താ കടന്നു പോകാത്തത്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പം എന്നേക്കും നിലനിൽക്കണം എന്താ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ എന്നേക്കും നിലനിൽക്കുന്നുവെന്ന് യോഹന്നാൻ പൗലോസ് പറയുമ്പോൾ അതിന് ആനുപാതികമായി സമാന്തരമായി യോഹന്നാൻ പറയുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? പിതാവിൻ്റെ ഇഷ്ടമാണെന്ന്. വിശ്വാസത്തിൽ, പ്രത്യാശയിൽ, ദൈവസ്നേഹത്തിൽ നമ്മൾ നിറവേറ്റേണ്ടത് പിതാവിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതെന്നേക്കും നിലനിൽക്കുന്നുവെന്ന്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാവട്ടെ നിലനിൽക്കുകയല്ല മാത്രം ചെയ്യണത്, എന്നേക്കും നിലനിൽക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? എന്നേക്കും നിലനിൽക്കാം. 50 കൊല്ലമല്ല, 80 കൊല്ലമല്ല, 90 കൊല്ലമല്ല,
എന്നേക്കും നിലനിൽക്കാൻ കഴിയും. പുനരുത്ഥാനത്തിന് പിന്നെ എന്നേക്കും നിലനിൽക്കാൻ കഴിയുമെന്ന് പറയണത് നീ ആർജിക്കണ വിശ്വാസത്തിനും നീ ആർജിക്കണ പ്രത്യാശയ്ക്കും നീ ആർജിക്കണ ദൈവസ്നേഹത്തിനും ആനുപാതികമായിട്ടായിരിക്കും നീ എന്നേക്കും നിലനിൽക്കണത്. എന്ന് വെച്ചാൽ കാര്യം എന്താണെന്നറിയാവോ? നീ എന്തുമാത്രം വിശ്വാസം ആർജിക്കുന്നുവോ, നീ എന്തുമാത്രം പ്രത്യാശ ആർജിക്കുന്നുവോ, നീ എന്തുമാത്രം ദൈവസ്നേഹം ആർജിക്കുന്നുവോ അതിന് ആനുപാതികമായിരിക്കും നിൻ്റെ പുനരുത്ഥാനം. പുനരുത്ഥാനത്തിലുണ്ട് മെച്ചമില്ലാത്ത പുനരുദ്ധാനമുണ്ട്. ജയിച്ച് വലിയ മെച്ചമൊന്നും ഇല്ലെന്ന് പറയും. കച്ചവടം നടന്ന് വലിയ മെച്ചമൊന്നും ഇല്ലെന്ന് പറയും. എന്താ ലാഭമൊന്നും ഇല്ലെന്നാണ് പറയണത്. കച്ചവടത്തിന് വേണ്ടി ഒരു കച്ചവടം നടന്ന് 1000 രൂപയുടെ ഒരു പശു 40,000 രൂപയുടെ ഒരു പശുവിനെ വാങ്ങിച്ചിട്ട് 40,100 രൂപയ്ക്ക് വിറ്റ്. ലാഭമോ നഷ്ടമോ? 40,000 രൂപയുടെ പശുവിനെ മേടിച്ചു, 40,100 രൂപയ്ക്ക് വിറ്റ്. ലാഭമോ നഷ്ടമോ? ലാഭം. പക്ഷേ വലിയ മെച്ചമൊന്നുമില്ല. 100 രൂപയുടെ 100 രൂപയുടെ മെച്ചമേ ഉള്ളൂ. ലാഭം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. വെറും 100 രൂപയുടെ ലാഭമേ ഉള്ളൂ. പുനരുത്ഥാനം ഇതുപോലെ മെച്ചമില്ലാത്ത പുനരുത്ഥാനമുണ്ട്, മെച്ചമുള്ള പുനരുത്ഥാനമുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മെച്ചപ്പെട്ട പുനരുത്ഥാനം. അതിനാണ് ഹെബ്രായർ 11:35 ഹെബ്രായർ 11:35 മെച്ചപ്പെട്ട പുനരുത്ഥാനം ലഭിക്കുമെന്നുള്ള പ്രത്യാശയിൽ അവർ സഹനത്തിൽ നിന്ന് മാറാൻ കൂട്ടാക്കിയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര വചനമാണത്. ഞാനോർത്ത് മെച്ചപ്പെട്ട പുനരുത്ഥാനം ഫോർ ബെറ്റർ റിസറക്ഷൻ എന്ന് കിടക്കണ ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിളിലെയും മെച്ചപ്പെട്ട പുനരുത്ഥാനം ഹെബ്രായർ 11:35 മെച്ചപ്പെട്ട പുനരുത്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവർ സഹനത്തിൽ നിന്ന് മാറുവാൻ കൂട്ടാക്കിയില്ല. ഇപ്പം ഏതെങ്കിലും സഹന സാഹചര്യം വന്നില്ലേ? ഇപ്പം നിങ്ങൾക്കറിയാവില്ലേ, കെട്ടി വന്ന മരുമകൾ, എൻ്റെ അച്ഛ ഞാനും മക്കളെയൊക്കെ പെറ്റ് വളർത്തിയതാണ്, 5 എണ്ണത്തിനെ 6 എണ്ണത്തിനെ വളർത്തിയതാണ്. എന്നാലും ഇതുപോലെ ഞാനും എൻ്റെ മക്കൾ ആങ്ങളുടെ മക്കളെയും അമ്മാവൻ്റെ മക്കളെ കണ്ടിട്ട്, എന്നാലും ഇതുപോലൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ആരെക്കുറിച്ച് പറയണതാണ്? മരുമകളെക്കുറിച്ച് പറയണതാണ്. പക്ഷേ നിൻ്റെ ശരിയാണ് സംഭവം. കാര്യം നമ്മളോട് രാത്രി മമ്മി എന്നൊക്കെ പറഞ്ഞ് കിസൊക്കെ ചെയ്തപ്പോൾ മകൻ ഒരു തലയണ മണ്ണന്തലം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ പിശായിട്ട് എഴുന്നേക്കണം. നമുക്കെതിരെ കുന്തം കൊണ്ടാവുന്നത്. അവൻ പിറ്റേ ദിവസം രാത്രി ഒരു മരുമകളുടെ തലയണ മന്ത്രം കഴിഞ്ഞിട്ട് നമ്മുടെ മകൻ രാവിലെ എഴുന്നേറ്റ് വരുന്നത് പാമ്പിനെ കാണുന്ന ഗീവറിസിനെ പോലെ വരുന്നത്. അപ്പോൾ മനസ്സിലായി ഇവള് കൊടുത്ത പണിയാണ്. കർത്താവ് ഈ പണ്ടാരത്തിന് കെട്ടിയെടുത്ത സമയമേതാണെന്ന്. നമ്മളെന്ത് ചെയ്യും പറ്റും? നമ്മൾ അവളെ പ്രാകുകയും അവളെക്കുറിച്ച് ഉള്ള തോന്നിയവാസങ്ങളെല്ലാം എല്ലായിടത്തും പറഞ്ഞു നടക്കുകയും ചെയ്യും. അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്നറിയാവോ? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, അവൾ ചിലപ്പോൾ മാറത്തില്ല. കാര്യം അവൾ ചെയ്യണ എന്താ? ഒരു മനുഷ്യൻ ഇവിടെ തെറ്റ് ചെയ്യണില്ലേ? അവർ ചെയ്യണതെല്ലാം ശരിയാണെന്ന് ധരിച്ചുകൊണ്ടാണ് ഓരോരുത്തർ ചെയ്യണത്. ഈ അമ്മായിയമ്മമാരായാലും ചെയ്യണത് അതാണ്. അവരൊക്കെ ചെയ്യുമ്പോൾ അവർ ചെയ്യണത് ശരിയാണെന്ന് അവർ ധരിക്കണത്. എന്ത് ചെയ്യാനാ? ഇതാണ് ജീവിതം. അപ്പം അമ്മായിയമ്മയും ചില ആൾക്കാരെ ഭക്ഷണം വരെ കൊടുക്കത്തില്ല. ചില സമയത്ത് ഒരു കട്ട സോപ്പിന് വേണമെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. പണ്ടൊക്കെ, ഇപ്പോഴേ എല്ലാവർക്കും സ്വന്തമായിട്ട് അലമാരിയൊക്കെ ഇരുന്ന്. പണ്ടാണ് എൻ്റെ അമ്മ ഇതിന് നിങ്ങളെ ഇപ്പം കുറച്ചുകൂടി മെച്ചമാണെന്ന് ഞാൻ പറയും. പണ്ട് അമ്മായിമ്മമാരുടെ കയ്യിലൊക്കെ ഇത്രയും വലിയ നരകത്തിൻ്റെ താക്കോൽ പോലെ താക്കോലുണ്ടായിരുന്നു. നമ്മൾക്കൊരു സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പണിയെല്ലാം കഴിഞ്ഞ് ഇവർ താക്കോൽ കൊണ്ടുവന്ന് ആദ്യം തുറന്ന് പിന്നെ അപ്പുറത്ത് തുറന്ന് അവസാനം സോപ്പ് എടുത്തിട്ട് വേണേൽ മുറിച്ച് തരും അവർ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, തറവാടി അമ്മാവന്മാരുടെ കാലം. അന്ന് ഇവിടെ മരുമക്കൾ ജീവിച്ചതാണ്. അന്ന് വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ദൈവസ്നേഹത്തോടെയും കർത്താവ് തന്ന കുരിശ്, കർത്താവിൻ്റെ ഈ കുരിശിൻ്റെ രീതി അറിയാമല്ലോ. കുരിശെന്ന് പറയണത് നമ്മളെ ഇതിനൊക്കെ കർത്താവ് വിളിക്കണൊരു പേരുണ്ട്. എന്താ വിളിക്കണത്? ബാപ്റ്റിസം എന്ന് പറയും. സഹനം വന്ന കർത്താവ് ഉടനെ പറയും, എന്ത് പറയും? ജ്ഞാനസ്നാനം എന്ന് പറയും. ലൂക്ക 12:50 എന്താ പറയണത്? എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ട്. ആരാണ് തരണത്? യൂദാസ്. കർത്താവിന് ജ്ഞാനസ്നാനപ്പെടുത്തിയത് ആരാണ്? യോഹന്നാൻ തന്നെ. ആ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ഈശോ ഒന്നും വേണ്ടിയിട്ടില്ല. യൂദാസാണ് ജ്ഞാനസ്നാനപ്പെടുത്തിയിരിക്കണത്. നമ്മളെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നത് മിക്കവാറും യൂദാസും പിലാത്തോസും ഒക്കെ ആയിരിക്കും. യൂദാസ് മുത്തി ഒറ്റിക്കൊടുക്കും,
പത്രോസ് തള്ളിപ്പറയും, പീലാത്തോസ് കൈ കഴുകും, ശിഷ്യന്മാർ തുണിയില്ലാണ്ട് ഓടും. ഇതെല്ലാം കൂടി ഈശോ ഒറ്റവാക്ക് പറഞ്ഞു, ബാപ്റ്റിസം. എന്താ പറഞ്ഞത്? ജ്ഞാനസ്നാനം. ഈ ഇവന്മാരെ കാണിച്ച എല്ലാ നാടകത്തിൻ്റെയും കൂടിയാണ് ഈശോ ഒറ്റവാക്ക് പറഞ്ഞത്. എന്താണ്? എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ട്. ലുക്കാ 12:50. അത് നടക്കണത് വരെ എന്തുമാത്രം ഞാൻ അസ്വസ്ഥനാണെന്നറിയാവോ? അങ്ങനെ ഈശോ ആഗ്രഹിച്ച ജ്ഞാനസ്നാനം യൂദാസാണ് ഈശോക്ക് ആദ്യം കൊടുത്തത്. ഈ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് എന്താ ഈശോ പറയണത്? പിന്നീട് പരിശുദ്ധാത്മാവ് ഈശോ സഹനം യൂദാസും പിലാത്തോസും പത്രോസും ശിഷ്യന്മാരും ഒരുമിച്ച് കൊടുത്ത ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പിന്നീട് പൗലോസ് പറയും. എന്താണ്? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ് നമ്മളെന്ന്. കർത്താവ് ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ടാണ് പിതാവിനോട് അവൻ ഐക്യപ്പെട്ടത്. കർത്താവിന് ജ്ഞാനസ്നാനം അവനെ പിതാവുമായി ഐക്യപ്പെടുത്തിയെങ്കിൽ ജ്ഞാനസ്നാനത്തിനുള്ള ഐക്യത്തിൻ്റെ കൂദാശയാണ്. എല്ലാവരും പഠിച്ചു വച്ചിരിക്കുന്നത് ദിവ്യകുർബാന മാത്രമാണ് ഐക്യത്തിൻ്റെ കൂദാശ എന്നാണ്. പക്ഷേ ബൈബിൾ പറയും ജ്ഞാനസ്നാനവും ഐക്യത്തിൻ്റെ കൂദാശയാണ്. കൂദാശകളെല്ലാം ഐക്യത്തിൻ്റെ കൂദാശകളാണ്. അതൊന്നെങ്കിൽ നമ്മളെ ദൈവവുമായിട്ട് ഐക്യപ്പെടുത്തും, അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട് ഐക്യപ്പെടുത്തും. രണ്ടും കർത്താവുമായിട്ട് ഐക്യപ്പെടുത്തുന്നതാണ്. കർത്താവുമായിട്ട് ഐക്യപ്പെടുത്താൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ് നമ്മളെന്ന്. ഗലാത്യർ 3:27. അപ്പോഴ് സഹനം വന്നാൽ ഐക്യം വരും അവിടെ. അത് മരുമകളുണ്ടാക്കിയാലും അമ്മായിയമ്മ ഉണ്ടാക്കിയാലും അയൽവാസികളുണ്ടാക്കിയാലും പാർട്ടിക്കാരുണ്ടാക്കിയാലും പഞ്ചായത്തുണ്ടാക്കിയാലും പള്ളി ഉണ്ടാക്കിയാലും ആര് സഹനം ഉണ്ടാക്കിയാലും നമുക്കൊരു ഐക്യം വരും. വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, പ്രത്യാശയോടെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതൊരു ജ്ഞാനസ്നാനമായി അത് നമ്മളെ ദൈവവുമായിട്ട് ഐക്യപ്പെടുത്തും. ദൈവവുമായിട്ട് ഐക്യപ്പെടുത്തുന്നത് എന്താ പറയണത്? കർത്താവുമായിട്ടാണ് ഐക്യപ്പെടുന്നത്. അതുകൊണ്ട് പൗലോസ് പറയും, ഞാൻ കർത്താവിനോട് ചേർത്ത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ജ്ഞാനസ്നാനത്തിൽ പറയണത്. ഞാൻ കർത്താവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 2:20. ഞാൻ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിനോട് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്താ? കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്താ? പൗലോസ് പറയും, ഇനി ഞാനല്ല, ആരാണ്? ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അങ്ങനെ സഹനം ഈശോയുടെ നാമത്തെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ സകല സാഹചര്യങ്ങളെ സ്വീകരിക്കുന്നതിനാണ് കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാണ് അതല്ലേ. പൗലോസ് പറയും, അങ്ങനെ സഹനം, എന്തെങ്കിലും സഹനം, അത് കർത്താവിന് നിന്റെ രോഗമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ നിനക്കുണ്ടാകുന്ന മാനസിക പീഡയായിക്കൊള്ളട്ടെ, അത് ഈശോയുടെ നാമത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നീ കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഗലാത്യർ 2:20 അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ഇഫക്റ്റ്? എന്താണ്? ഇനി ഞാനല്ല, പിന്നെ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. സഹനത്തെ ഈശോയുടെ നാമത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല, ക്രിസ്തുവല്ലേ നമ്മൾ ജീവിക്കണത്. ഈ ക്രിസ്തു മരിക്കുമോ? ക്രിസ്തു മരിച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കുമോ? മരിക്കുമോ? പണിയായി. എൻ്റെ ക്രിസ്ത്യാനി. സ്ത്രീകളുടെ കാല് കഴുകി വെള്ളം കുടിക്കാൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാല് കഴുകാൻ വേണ്ടി ഇപ്പോൾ വരും. കർത്താവ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മരിക്കുമോ? നമുക്ക് മരണമില്ല. കൈയടിച്ച് കർത്താവ്. അപ്പൊ ക്രിസ്തു ഒരു സഹനം കർത്താവിൻ്റെ നാമത്തെ ഏറ്റെടുത്താൽ, ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടാൽ നമ്മളിൽ ക്രിസ്തു ജീവിക്കും. നമ്മൾ ക്രിസ്തു ജീവിച്ചാൽ 12:34 ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ അനുസരിച്ച് ക്രിസ്തു നമ്മളിൽ നിലനിൽക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് മരണമുണ്ടോ? ഇല്ല. ക്രിസ്തു ജീവിക്കണം, നമുക്കും അതുകൊണ്ട് മരണമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മരണമെന്ന അവസാന ശത്രു നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 15:26. മരണമേ നിന്റെ വിജയം എവിടെ? മരണമെന്ന അവസാന ശത്രു നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മരണമേ 1 കൊരിന്ത്യർ 15:55. മരണമേ നിന്റെ ദംശനം എവിടെ? മരണവും അപ്രത്യക്ഷമായ വെളിപാട് 21:5. മരണം പോവുകയാണ്. അവൻ മരണത്തെ ജയിച്ച്
പുനരുദ്ധരിച്ചപ്പോൾ നമ്മൾക്കാവശ്യം എന്താ? മെച്ചപ്പെട്ട പുനരുത്ഥാനമാണ്. യുദ്ധമൈതലേ, നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ സത്യസന്ധമായി കർത്താവിനെ കൂടെ കുരിശിക്കപ്പെട്ടുകൊണ്ട് നിന്റെ സകലങ്ങളെ രോഗങ്ങളെ നാമത്തെടുക്കാൻ തയ്യാറാകാനുള്ള വിശ്വാസം, പ്രത്യാശ, സ്നേഹം നിനക്കുണ്ടെങ്കിൽ മെച്ചപ്പെട്ട പുനരുത്ഥാനം എനിക്ക് നിനക്കുണ്ടാകും. നമ്മൾ അതിനുവേണ്ടി ആസ്പയർ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ പിന്നിലുള്ളതിനെ ഉപേക്ഷിച്ച് മുമ്പിലുള്ളതിന് വേണ്ടി കുതിക്കരുത് പറയുമ്പോൾ മുമ്പിലുള്ളത് എന്താണ്? ഈ മെച്ചപ്പെട്ട പുനരുത്ഥാനമാണ്. എല്ലാം ക്ഷമിക്കണതെല്ലാം സഹിക്കണതെല്ലാം വിട്ടുവീഴ്ച ഉണ്ടാക്കണം, മിണ്ടാണ്ടിരിക്കണത്, സമാധാനം സ്ഥാപിക്കണതെല്ലാം ഈ മെച്ചപ്പെട്ട പുനരുത്ഥാനത്തിന് വേണ്ടിയാകണമെന്നാണ് കർത്താവിന്റെ വചനം. കൈയടിച്ച് കർത്താവ് എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു. ഇത്രയും വലിയ വചനങ്ങൾ നൽകിയ ഈശോ നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുന്നു. നിങ്ങളെ ഇവിടുന്ന് സ്വസ്ഥവും സമാധാനപ്പെടുത്തിയ വീട്ടിലൊരു വിടത്തുള്ളൂ. ഇന്ന് ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും ശക്തമായ ദൈവ സാന്നിധ്യത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഓർക്കണം. ഒരു മനുഷ്യൻ നിങ്ങളെ വിളിച്ചത് നിങ്ങളുടെ ദൈവമാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ വിളിച്ചിരിക്കുന്നതാ. നിങ്ങളെ സന്ധിക്കാനും സമാധാനപ്പെടുത്താൻ വേണ്ടി വിളിച്ചിരിക്കുന്നതാണ്. നിന്നെ സ്നേഹിച്ച് വിളിച്ചതാണ്, നിന്നെ വിശ്വസിച്ച് വിളിച്ചതാണ്, നിന്നെ പ്രത്യാശിച്ച് വിളിച്ചതാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധനെ കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദരോഗ്യ സുഖപ്പെടുത്തിയവനെ, തളർവായ രോഗ്യ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും നീ വെക്കണമേ. ഷുഗർ രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള്, കരൾ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ഉദര രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മക്കളെ, നടുവേദന, അസ്ഥിവേദന, പേശികളുടെ ഉളുക്ക്, വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ശരീരത്തിലെ മുഴകൾ, ഞരമ്പിൻ്റെ ബ്ലോക്കുകൾ, അസ്ഥിയുടെ ദ്രവിപ്പ്, ബലമില്ലാത്ത അവസ്ഥകൾ എല്ലാം സുഖപ്പെടുത്തുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം കർത്താവേ. അസ്ഥി ദ്രവിപ്പ്, പേശികളുടെ ഉളുക്ക്, ഞരമ്പിന്റെ ബ്ലോക്ക്, സിസ്റ്റ് രോഗങ്ങള്, ശരീരത്തിലെ മുഴ രോഗങ്ങള്, രോഗങ്ങള്, ഹൃദയത്തിലെ രോഗങ്ങള്, ഉദരാശയ രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, കല്ലുകള്, വാതരോഗങ്ങള്, ഷുഗർ രോഗങ്ങള്, പ്രഷർ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി കാരണത്തിന് കണ്ണിലെ കരികരിപ്പ്, വലത് കണ്ണിലെ, അതായത് താഴത്തെ പോള ചലിക്കണില്ല. കണ്ണടച്ചാൽ മുകളിലത്തെ പോളയാണ് വന്ന് അടയത്തുള്ളൂ. താഴത്തെ തോള ഇങ്ങനെ ചെറിയ താഴെ തന്നെ ഇരിക്കുക. അതിൻ്റെ മസിൽ ബലം കുറഞ്ഞിരിക്കുക. കർത്താവ് ആ മസിൽ ബലത്തെ കൂട്ടിത്തരുന്നു. ശ്രുതികടെ ആ കൈകളെ സംബന്ധിച്ച്, അതായത് കൈക്ക് ഭയങ്കര ഊത്തല്, കൈക്ക് നമ്മുടെ കർത്താവിൻ്റെ ആണി തറച്ചതുപോലെയുള്ള ഉള്ളം കൈകൾക്ക് വല്ലാത്ത ഊത്തല്. ഇത് ചില സമയത്ത് കാലിന് വരും, ചില സമയത്ത് കൈക്ക് വരും. അങ്ങനെയുള്ള ഊത്തല് എന്തോ ഒരു മാനസിക വിഷമമാണ്. ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമില്ല,
ചെയ്യാതിരിക്കാൻ പറ്റത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൈക്കും കാലിനും വരുന്ന ഒരു മാനസിക ഒരു ഊത്തലാണ് ഈശോ അതിനെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇടത് കൈക്ക് മസിലിൻ്റെ തോളിൻ്റെ താഴെയുള്ള മസിലിന് അവിടെ മുഴ പോലെ കാണുന്നുണ്ട്. മുഴകളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇപ്പോൾ അസ്ഥികളെ കാണിക്കുന്നു, അസ്ഥിയുടെ ജോയിൻസിനെ കാണിക്കുന്നു. അസ്ഥിയുടെ ജോയിൻസിൻ്റെ രണ്ടാം പകുതി അനായാസമായി ചലിപ്പിക്കുന്ന പകുതികളിൽ ചലിപ്പിക്കാനുള്ള സ്വാധീനമില്ല. ആ സ്വാധീനം കർത്താവ് തിരിച്ചു നൽകുന്നു. ശ്രുതിയുടെ തൊഴിലുപകരണങ്ങൾ, ഇത് മത്സ്യത്തൊഴിലാളി കൂട്ടായ്മ അല്ലെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളെ കർത്താവ് കാണിക്കുന്നുണ്ട്. വള്ളങ്ങൾ അപകടം ഉണ്ടാകാതിരിക്കാനും വള്ളമില്ലാത്തവർക്ക് വള്ളം ലഭിക്കാനും തൊഴിൽ നഷ്ടപ്പെടുക തൊഴിൽ ലഭിക്കാനും തൊഴിലില്ലാത്തവർക്കും പണി ലഭിക്കാത്തവർക്ക് പണിയില്ലാത്തവർക്ക് പണി ലഭിക്കാൻ വേണ്ടി ശ്രുതിയുടെ ആറാമേ. കടുവായ പൂച്ചയെ മാന്തിയതുപോലെ, അതായത് പൂച്ചയുടെ മാന്തി നമുക്കറിയാൻ പറ്റുമല്ലോ. ഇവിടെ കടുവാനെ കാണിക്കണത് പൂച്ചയുടെ മാന്തി നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ മാന്തിയതുപോലെ ശരീരത്തിൽ ഇങ്ങനെ പാട് കിടക്കും. അതെന്തോ ഒരു പ്രത്യേക രോഗം, അലർജി പോലുള്ള ഒരു ത്വക്ക് രോഗമാണ്. പൂച്ച മാന്തിയ പോലെ പാട് കിടക്കും, അത് പോകത്തില്ല, കുറേ നാളങ്ങനെ കിടക്കും. പിന്നെ വേറെ ശരീരത്തിൽ വേറെ ഭാഗത്തുണ്ടാകും. ഇത് മാഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിയുമ്പോൾ വേറെ സ്ഥലത്ത് ഇങ്ങനെ പാന്തി തൂക്കി കിടക്കും. ആ ത്വക്ക് രോഗത്തെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വലത് ചെവിന് കീ എന്നുള്ള സ്വരം കേട്ട് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നതിൻ്റെ കർണക്കുരുവിൽ അടിക്കാൻ വേണ്ടി മാത്രം നമുക്ക് തോന്നും. അത്രയും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. അത് കീ എന്നുള്ള സ്വരം കേട്ടാൽ കാതിൽ ചാടി അടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള വിറയലുണ്ടാകും. ആ ചെവിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അതായത് നമ്മൾ ഇങ്ങനെ, അതായത് ഈ കുത്തുള്ള പാടുകൾ, അതായത് പ്രത്യേകിച്ച് ഈ കോഴിയൊക്കെ പന്നുമ്പോൾ അതിൻ്റെ തോലെടുത്ത് മാറ്റുമ്പോൾ എങ്ങനെ ഇരിക്കും, അതുപോലെ മാംസത്തിൽ പൊളിച്ച് കളയുന്നതിന് മുമ്പുള്ള ഭാഗമായിട്ട് ഇങ്ങനെ കുത്തുള്ള പാടില്ലേ, അതുപോലെ ശരീരത്തിൽ വന്നിരിക്കുക. ശരീരത്തിൽ ഇങ്ങനെ തൊലിപ്പുറത്ത് ഇങ്ങനെ കുത്തു പാടുകൾ പൊങ്ങിയിരിക്കണ കുത്തു പാടുകൾ വന്നിരിക്കുകയാണ്. അതൊരു ത്വക്ക് രോഗമാണ്. കർത്താവ് സുഖപ്പെടുത്തുന്ന. ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഹൃദയരോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, തലവേദന, അത്രയും രോഗങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമാശയത്തിലെ അസുഖങ്ങൾ, ഗർഭാശയത്തിലെ മുഴകൾ, കിഡ്നിയിലെ കല്ലുകൾ, മൂത്രാശയ കല്ലുകൾ, വൃഷ്ണരോഗങ്ങൾ, വാരിസസ് രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്തുതിയുടെ ആശീർവാദം. ഈശോ എല്ലാം സാധ്യമാകണേ. ഈശോ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന പഠിപ്പിക്കുന്ന കർത്താവേ. ശരീരത്തിലുണ്ട് ആസ്തക രോഗങ്ങൾ, കലരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ചുമരോഗങ്ങൾ, ക്ഷുഭരോഗങ്ങൾ, പ്രഷരോഗങ്ങൾ, യേശു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, തിരാബാറ്റുകൾ ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയാണ്. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ഭാഗോടമ്പടിക്ക് സാങ്കേതിക ബുദ്ധിമുട്ടുള്ളവർ, കോടതി കേസുമായി നീണ്ടു പോകുന്നിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, ജോലിയില്ലാത്തവർ, മറ്റു സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പണമോ അല്ലെങ്കിൽ വിദേശ ജോലിക്ക് പഠനത്തിനോ വേണ്ടിയുള്ള സാങ്കേതിക ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, IELTS പോലെയുള്ള മത്സര യോഗ്യതാ പരീക്ഷകൾക്ക് അറ്റൻഡ് ചെയ്യുന്നവർ, PSC പോലുള്ള യോഗ്യത മത്സര പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നവർ, കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ എഴുതിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് റിസൾട്ടിന് വേണ്ടി ചില വിഷയങ്ങൾ തോറ്റുപോകലോ എന്നുള്ള ആദ്യമുള്ളവർ ജയിക്കുന്നതിന് വേണ്ടി അങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ സ്തുതി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. ഒന്നും അസാധ്യമില്ലാത്തവരെ, ഒന്നും അസാധ്യമില്ലാത്തവരെ, സ്വത്രവും നിനക്ക് സ്തുതിയും
യോഗ്യ ബഹുമാനക്കാരെ യോഗ്യത പരീക്ഷകളെ കർത്താവേ ഉടമ്പടികളെ വീടില്ലാത്ത സ്ഥലമില്ലാത്തവരെ കുടുംബത്തിൽ കലഹമുള്ളവർ കോടതിക്ക് സഹപ്പെട്ടിരിക്കുന്നവർ എൻ്റെ കർത്താവ് മക്കളില്ലാത്തവർ വിവാഹ തടസ്സമുള്ളവർ കർത്താവ് വീടില്ലാത്ത കർത്താവ് വിവിധ ജോലിക്ക് വിദേശ പഠനത്തിന് തടസ്സമുള്ളവർ പലതരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അധികാരത്തിൽ കുറിച്ചിന്റെ എല്ലാ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ മാറിപ്പോട്ടെ. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തുക്കൾ എടുക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. സർവശക്തനായ പിതാവും Lord Jesus Christ, pour out your spirit. Touch your fire finger. Soak with the precious blood. God, increase His spirit. The Catholic Church, the power of Jesus Christ, with the meditation of Holy Priesthood, I bless and follow this release. എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നേർച്ച വസ്തുക്കളെ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഭക്തിപൂർവ്വം സ്വീകരിക്കാം. അപ്പോഴും നേർച്ച വസ്തു ഉയർത്തിപ്പിടിച്ച് ശിരസ്സ് കുമ്പിട്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുക. നിങ്ങൾ മാത്രമല്ല, ഈ ശുശ്രൂഷ വിദൂരങ്ങളിരുന്നു കൊണ്ട് അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയത്ത് ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ അന്യരാജ്യങ്ങളിലും നാടുകളിലിരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവ് അന്യ നാടുകളിലെ അന്യ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ കർത്താവ് അങ്ങ് പങ്കെടുക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി അവരുടെ ജീവിതങ്ങളുടെ കണ്ണുനീരൊപ്പിയെടുക്കാൻ അവരുടെ ജീവിത അവസ്ഥകളുടെ മേൽ ശാരീരികമായ രോഗങ്ങളും ജീവിത ദുരിതങ്ങൾക്ക് പ്രശ്നങ്ങൾക്കെതിരെ ശാശ്വതമായ ദൈവത്തെ ആശീർവാദ അനുഗ്രഹവും കർത്താവ് ലഭിക്കട്ടെ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നേർച്ച വസ്തുക്കൾ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ ആരാധന